discuss about the Riemann sums. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ബാക്കി ഒരു പ്രോബ്ലം കൂടെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോബ്ലം നമുക്ക് ചെയ്യാം. A bus moves on the line with velocity given by v equal to 5 into t square minus 5t plus 6. Write formulas in terms of integrals for first one, the displacement of the bus between t equal to 0 and t equal to 3. Second one, the actual distance the bus travels between t equal to 0 and t equal to 3. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും അതുപോലെ ആക്ച്വൽ ഡിസ്റ്റൻസിൻ്റെയും ഇക്വേഷൻ ഇൻ്റഗ്രലിൻ്റെ ടൈമിലേക്ക് എഴുതിയാൽ മാത്രം മതി. വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ അതാണ് പറഞ്ഞിട്ടുള്ളത്. വെലോസിറ്റി തന്നിട്ടുണ്ട്, ടൈം വേരി ചെയ്യുന്നത് എവിടെ തൊട്ട് എവിടെ വരെയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബസ് ബിറ്റ്വീൻ t equal to 0 and t equal to 3 അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? വെലോസിറ്റീനെ ഇൻ്റഗ്രേറ്റ് ചെയ്താലാണ് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുക അല്ലേ? അപ്പോൾ therefore the displacement of the bus between t equal to 0 and t equal to 3 is integral 0 to 3 v dt which is equal to integral 0 to 3 5 into t square minus 5t plus 6 into dt. ഇതാണ് വെലോസിറ്റി ഫംഗ്ഷൻ. ഇത്രയേ ഉള്ളൂ. റെപ്രസെൻറ്റ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടുപിടിക്കാം. ഇനി അടുത്തത് നമ്മളോട് ചോദിച്ചിട്ടുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഡിസ്റ്റൻസ്, ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് we have the velocity of the bus is v equal to 5 into t square minus 5t plus 6. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ്, എൻഡ് പോയിന്റിൽ നിന്ന് അല്ല ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് എൻഡ് പോയിന്റിലേക്കുള്ള ഡയറക്റ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ബസ് ഇങ്ങനെ മൂവ് ചെയ്ത് പിന്നെ തിരിച്ചു പോയിട്ടുണ്ടാവാം. പക്ഷേ ഇതാണ് ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് എടുക്കുക. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ മൊത്തം ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള വെലോസിറ്റി നെഗറ്റീവായിട്ടുള്ള വെലോസിറ്റിയും കണ്ടുപിടിക്കണം. ഓരോ സ്ഥലത്ത് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ദ വെലോസിറ്റി ഓഫ് ദ ബസ് എന്ന് പറയുന്നത് ഇതാണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 5 into t minus 2 into t minus 3 എന്ന് എഴുതാമല്ലോ അല്ലേ? അപ്പോൾ വെലോസിറ്റി 0 ആവുന്ന പോയിന്റുകൾ ഏതൊക്കെയാണ്? 2ഉം 3ഉം. അപ്പോൾ ആ രണ്ട് സ്ഥലത്ത് വെലോസിറ്റി എന്താവുന്നുണ്ട്? 2ലും 3ലും വെലോസിറ്റി 0 ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ 0 തൊട്ട് 3 വരെയുള്ളത് ആവശ്യമുള്ളൂ. അപ്പോൾ 2 എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് വെലോസിറ്റി പിന്നെ സൈൻ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സൈൻ നോക്കണം. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുക? ഫോർ 0 ലെസ് ദാൻ t ലെസ് ദാൻ 2ൽ വെലോസിറ്റി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? 2നേക്കാൾ ചെറുതാവുമ്പോൾ ഇവിടെ എന്ത് വരും? നെഗറ്റീവ് വരും. ഇവിടെ നെഗറ്റീവ് വരും. അപ്പോൾ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ ഫോർ 0 ലെസ് ദാൻ t ലെസ് ദാൻ 2 v എന്ന് പറയുന്നത് v is പോസിറ്റീവ്. ആൻഡ് ഫോർ 2 ലെസ് ദാൻ t ലെസ് ദാൻ 3. അപ്പോൾ 2നും 3ക്കും ഇടയിലാണെങ്കിൽ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവ് വരിക. അപ്പം നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവ്. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ പോസിറ്റീവും ഈ ഇൻ്റർവെല്ലിൽ നെഗറ്റീവാണ് വരുന്നത് അല്ലേ? therefore the total distance traveled by the bus എന്ന് പറയുന്നത് എന്താണ്? is integral 0 to 2 v dt. അതിൽ നിന്ന് മറ്റേ നെഗറ്റീവ് ആയിട്ടുള്ള വെലോസിറ്റി പോസിറ്റീവ് ആക്കണമെങ്കിൽ ഒരു നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. അപ്പോൾ -2 to 3 v dt ചെയ്താൽ മതി. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 2 വെലോസിറ്റി എപ്പോഴും നെഗറ്റീവ് ക്വാണ്ടിറ്റി പോസിറ്റീവ് ക്വാണ്ടിറ്റി എടുത്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടുള്ളൂ. dt മൈനസ് ഇൻ്റഗ്രൽ 2 to 3 5 into t square minus 5t plus 6 dt. അപ്പോൾ ഇതാണ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്. വെലോസിറ്റി പോസിറ്റീവ് നെഗറ്റീവ് ആണോ ചെക്ക് ചെയ്യണം. എന്നാലേ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്?
നമ്മൾ പറഞ്ഞായിരുന്നു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡയറക്റ്റ് ഇന്റഗ്രൽ അല്ല അല്ലേ, ഏരിയ അല്ല, പിന്നെ എന്ത് ഏരിയ, സൈൻഡ് ഏരിയ ആണ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇന്റഗ്രൽ 0 to 3 എന്ന് പറഞ്ഞ് ഫസ്റ്റ് എ പാർട്ടിൽ കണ്ടുപിടിച്ചിട്ടുള്ളത് സൈൻഡ് ഏരിയ ആണ്. ഇവിടെ എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. നെക്സ്റ്റ് നമ്മൾ റീമാൻ സംസ് എന്താണെന്ന് പറയാൻ പോവാണ്. അപ്പോൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ആർബിട്രറി ബൗണ്ടഡ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ. ലെറ്റ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബി ആൻ ആർബിട്രറി ബൗണ്ടഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി for any integer n, let x0, x1, etc. xn, where a equal to x0 less than x1 less than etc. less than xn minus 1 less than xn, which is equal to b. Be a partition of closed interval ab. For each k equal to 1, 2, 3, etc. n, select a point ck belongs to xk minus 1, xk. അപ്പോൾ ഈ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിനെ നമ്മൾ n പോയിന്റുകളായിട്ട് പാർട്ടീഷൻ ചെയ്യുക. n+1 പോയിന്റുകൾ ഉണ്ടാവും. n ഇന്റർവെൽ ആയിട്ട് നമ്മൾ അതിനെ പാർട്ടീഷൻ ചെയ്യും. അതിൽ ഓരോ k ഈക്വൽ ടു 1, 2, 3 എക്സെട്ര എന്നിനും നമ്മൾ ഓരോ സി കെ ചൂസ് ചെയ്യും. xk minus 1, xk എന്ന് പറഞ്ഞ ഇന്റർവെല്ലിൽ ഒരു സി കെ ചൂസ് ചെയ്യും. ദെൻ നമുക്ക് റീമാൻ സം ഡിഫൈൻ ചെയ്യാം. ദെൻ വി ഡിഫൈൻ റീമാൻ സം ഫോർ എഫ് ഓൺ ദ ഇന്റർവെൽ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി corresponding to the partition x0, x1, etc. xn, and the choice of the point ck belongs to xk minus 1, xk to be the number sn, which is equal to sigma k equal to 1 to n f of ck into delta xk, which is equal to sigma k equal to 1 to n f of ck into xk minus 1. അപ്പോൾ ഇതാണ് നമ്മുടെ റീമാൻ സം കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഗ്രാഫിക്കലി ഒന്ന് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റീമാൻ സമ്മിൻ്റെ ഗ്രാഫ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എ x1 x2 എക്സെട്ര പോയിന്റുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. എക്സെട്ര xn വരെയുള്ള പോയിന്റ് തന്നിട്ടുണ്ട്. ഗ്രാഫ് ഇതാണ് ഗ്രാഫ്. അപ്പോൾ ഇതിൽ എക്ക് x1-നിടയിൽ ഒരു C1 എന്ന് പറഞ്ഞ നമ്പർ ചൂസ് ചെയ്തു. അത് ഇതിനിടയിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും, സെൻറ്ററിൽ വരണം നിർബന്ധമില്ല, ഇതിനിടയിലുള്ള ഒരു നമ്പർ ആയിരിക്കും. അവിടുത്തെ ഫംഗ്ഷൻ വാല്യൂ ആണ് നമ്മൾ എടുക്കുക. അതുപോലെ അടുത്ത x1-നും x2-നും ഇടയിൽ C2 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വാല്യൂ, അടുത്തത് C3 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വാല്യൂ, അങ്ങനെ എക്സെട്ര. ഇവിടെ xkക്കും xk minus 1-നും ഇടയിൽ ഒരു ck എന്ന് പറയുന്ന ഫംഗ്ഷൻ ചൂസ് ചെയ്യും. അങ്ങനെ ആണ് നമ്മൾ ckകൾ ചൂസ് ചെയ്തിട്ടാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുക, റീമാൻ സം ഡിഫൈൻ ചെയ്യുക. Sn എന്ന് പറയുന്നത് റീമാൻ സം ആണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റീമാൻ സം ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് റീമാൻ സം എന്ന് പറയുന്നത് കിട്ടിയതിന് ശേഷം നമുക്ക് റീമാൻ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. റീമാൻ ഇൻ്റഗ്രൽ ഈ റീമാൻ സം വെച്ചതിന് ശേഷം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ റീമാൻ സമ്മിൻ്റെ ലിമിറ്റ് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നതാണ് റീമാൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ റീമാൻ സം കണ്ടുപിടിക്കുക, അതിൻ്റെ ലിമിറ്റ് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ റീമാൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ റീമാൻ സം ഡിഫൈൻ ചെയ്തത്. അപ്പോൾ നമുക്കിനി റീമാൻ ഇൻ്റഗ്രൽ എന്താ നോക്കാം. നെക്സ്റ്റ് റീമാൻ ഇൻ്റഗ്രൽ. Choose for each integer n greater than 0 a partition x0, x1, etc. xn of closed interval ab into n sub intervals such that the maximum of delta xk equal to xk minus 1 in the above partition approaches 0 as n tends to infinity. If ck is a point chosen in the interval xk minus 1, xk, then integral a to b f of x dx equal to limit n tends to infinity sn equal to limit n tends to infinity sigma k equal to 1 to infinity f of ck into delta xk. അപ്പോൾ നമ്മൾ ഈ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിനെ n സബ് ഇന്റർവൽ ആയിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്തു. അപ്പോൾ എന്ന് വെച്ചാൽ ആ ഡെൽറ്റ എക്സ് കെ എന്ന് പറയുന്നത് 0-ലോട്ട് അപ്രോച്ച് ചെയ്യുന്ന തരത്തിൽ, അതുപോലെ n ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന Sn-ന്റെ ലിമിറ്റിനെയാണ് നമ്മൾ ഇന്റഗ്രൽ a to b f of x dx എന്ന് പറയാം.
അപ്പോൾ ഇതാണ് റീമാൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. റീമാൻ സമ്മിൽ നിന്ന് നമുക്ക് ഇൻ്റഗ്രൽ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇത് റീമാൻ ഇൻ്റഗ്രൽ എന്ന് വിളിക്കും. ഇൻ്റഗ്രൽ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് റീമാൻ സമ്മിൻ്റെ ലിമിറ്റ് ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ. അപ്പോൾ ഈ സി കെ എന്ന് പറയുന്നത് എക്സ് കെ മൈനസ് 1, എക്സ് കെ എന്ന് പറഞ്ഞാൽ ഇൻ്റർവെല്ലിന് ഇടയിലുള്ള ഒരു പോയിന്റ് ആയിരിക്കും. നമുക്ക് ഇതുപോലെ ഒരു 2 പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ദ ഫോളോവിങ് ഇൻ്റഗ്രൽ ആസ് എ ലിമിറ്റ് ഓഫ് സംസ് ആൻഡ് ഹെൻസ് ഇവാലുവേറ്റ് ഇറ്റ്. ഇൻ്റഗ്രൽ 0 to 1 4x³ + 1 dx. അപ്പോൾ ഇത് റിമാൻ സമ്മ് വെച്ചിട്ട് കണ്ടുപിടിക്കണം. റിമാൻ സമ്മിൻ്റെ ടേമിൽ ഇതിനെ എഴുതണം, അതിനുശേഷം അത് ഇവാലുവേറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ അത് നമുക്ക് ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇതാണ് ഫംഗ്ഷൻ 4x³ + 1 ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ. ഇൻ്റർവെൽ ഏതാണ്? 0 to 1 ആണ്. അപ്പോൾ 0 ≤ x ≤ 1. അപ്പോൾ നമുക്ക് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0, 1 ആണുള്ളത്. അതിനെ നമ്മൾ n സബ് ഇൻ്റർവെൽ ആയിട്ട് പാർട്ടീഷൻ ചെയ്യാം. അപ്പോൾ ലെറ്റ് us divide the interval ക്ലോസ്ഡ് ഇൻ്റർവെൽ 0, 1 into n equal sub intervals with a partition of the form. എങ്ങനെ വരും? 0, 1/n, 2/n, etc. n-1/n, n/n എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്യുക. For each k equal to 1, 2, 3, etc. n, choose ck equal to k/n ചൂസ് ചെയ്തു. k/n എന്ന് പറയുന്നത് k-1/n, k/n എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർവെല്ലുള്ളതാണല്ലോ, ഇതിൽ എൻഡ് പോയിന്റ് ആണ്. എന്നാലും ഞാൻ k/n എന്ന് പറഞ്ഞ് ചൂസ് ചെയ്തു. അപ്പോൾ എഫ് ഓഫ് സി കെ എന്ന് പറയുന്നത് എന്ത് വരും? എഫ് ഓഫ് സി കെ എന്ന് പറയുന്നത് 4ck³ + 1 ആയി വരും. But then the Riemann sum of f corresponding to the above partition is Sn, which is equal to sigma k equal to 1 to n f of ck into delta xk, which is equal to sigma k equal to 1 to n f of ck എന്താ 4ck³ + 1 into delta xk എന്ന് പറഞ്ഞാൽ xk minus xk minus 1. അപ്പോൾ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിഗ്മ k equal to 1 to n 4 into ck എന്ന് പറഞ്ഞാൽ k/n ആണ്, whole³ + 1 into xk minus xk minus 1 എന്നതാ k/n minus k minus 1/n ആണ്. ഇതിവിടെ എത്ര വരും? k/n പോയി 1/n മാത്രമായി വരും അല്ല, ഇത് 1/n ആവും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? which is equal to sigma k equal to 1 to n. നമുക്ക് 4/n³ നമുക്ക് പുറത്തെടുക്കാമല്ലോ. ഇവിടുത്തെ 1/n ഉണ്ട്. അപ്പോൾ 4/n⁴ ഞാൻ പുറത്തെടുത്തു. ബാക്കി ഇവിടെയുള്ളത് സിഗ്മ k equal to 1 to n k³ ഉണ്ട് പ്ലസ് 4/n⁴ ഞാൻ പുറത്തെടുത്തു. ബാക്കിയുള്ളത് പിന്നെ ഇവിടെ n⁴ പുറത്തെടുത്തുകൊണ്ട് ഇവിടെ ഒരു n-ന്റെ കുറവുണ്ടായിരുന്നു. 1/n ഇൻറ്റു ഇവിടെ 1 അല്ലേ ഉള്ളത്, 1 ആണ് അടുത്തതിലുള്ളത്, +1 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സിഗ്മ k equal to 1 to n 1. അപ്പോൾ ഇത് കണ്ടുപിടിക്കുക. 4/n⁴ സിഗ്മ k³ എന്താണ്? n ഇൻറ്റു n + 1/2 ഹോൾ സ്ക്വയർ പ്ലസ് 1. ഇവിടെ n വരും, n/n എന്ന് പറഞ്ഞാൽ 1 തന്നെ, which is equal to ഇവിടെ നമുക്ക് ക്യാൻസൽ ആക്കാനുള്ളതൊക്കെ ക്യാൻസൽ ആക്കി എടുക്കാം. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഇവിടെ n² ഒരു ഇവിടെ n² കൂടെ പോയി കഴിഞ്ഞാൽ n² മാത്രമേ ഉണ്ടാവും. n + 1 ഹോൾ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4ഉം 2² കൂടെ കട്ടായി പോവും. n + 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ n² + 2n + 1 വരും അല്ലേ, ഡിവൈഡഡ് ബൈ n² ഉണ്ട്.
പ്ലസ് 1 which is equal to n സ്ക്വയർ കൂടെ കട്ടായാൽ 1 പ്ലസ് 2n ബൈ n സ്ക്വയർ എന്ന് പറയുമ്പോൾ 2/n പ്ലസ് 1/n സ്ക്വയർ പ്ലസ് 1. ആ 1 ഇതിൻ്റെ കൂട്ടത്തിൽ കൂടിയ 2 ആയില്ലേ. അപ്പം ഇങ്ങനെ ആവുന്നു നമ്മുടെ ഫംഗ്ഷൻ. ഇതാണ് നമ്മുടെ Sn എന്ന് പറയുന്നത്. അപ്പോൾ therefore നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 0 to 1 4x³ പ്ലസ് 1 dx എന്ന് പറയുന്നത് ഈ Snന്റെ ലിമിറ്റ് ആയിട്ട് എഴുതാം. ലിമിറ്റ് n tends to infinity Sn ആയിട്ട് എഴുതാം. which is equal to limit n tends to infinity 2 plus 2/n plus 1/n square. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് n tends to infinity ആയി ഇത് 0 ആയി, ഇത് 0 ആയി, ബാക്കിയുള്ളത് 2. അപ്പോൾ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാനേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര എഴുതിയാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇൻ്റഗ്രൽ തന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ റിമാൻ സമ്മിൻ്റെ ടേമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നേരെ തിരിച്ച് റിമാൻ സമ്മ് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് ഇൻ്റഗ്രലിൻ്റെ ടേം എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. അതുകൊണ്ട് നമ്മുടെ ഈ റിമാൻ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ സെക്ഷൻ കഴിയും. നെക്സ്റ്റ് നമ്മൾ ഫണ്ടമെന്റൽ തിയറി ആണ് പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ്പ്രസ് ദ ലിമിറ്റ് ഓഫ് റീമാൻ സംസ് limit n tends to infinity sigma k equal to 1 to n ck square minus 3ck into delta xk. അപ്പോൾ റീമാൻ സമ്മിൻ്റെ ലിമിറ്റ് തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഇൻ്റഗ്രലിൻ്റെ ടേമിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് തന്നെ ചെയ്യാം. ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. as an integral if x0, x1, x2, etc. xn is a partition of the interval -7,5. അപ്പോൾ ഇൻ്റർവെലും തന്നിട്ടുണ്ട്. Here the Riemann sum corresponding to the partition x0, x1, x2, etc. xn and the points ck belongs to closed interval xk minus 1, xk is Sn, which is equal to sigma k equal to 1 to n f of ck into delta xk ആണ് അല്ലേ, which is equal to sigma k equal to 1 to n ck square minus 3ck into delta xk. അപ്പോൾ ഇവിടുന്ന് f of ck എന്ന് പറയുന്നതാണ് ഇത് അല്ലേ. hence f of ck equal to ck square minus 3ck. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് f of x എന്ന് പറയുന്നത് എന്ത് എഴുതാൻ പറ്റും? ആൻഡ് സോ f of x equal to x square minus 3x എന്ന് എഴുതാൻ പറ്റും. ck പകരം x കൊടുത്താൽ മതിയല്ലോ അല്ലേ. ഓൾസോ ഹിയർ x0, x1, etc. xn is the partition of the interval closed interval -7,5. hence limit n tends to infinity sigma k equal to 1 to n ck square minus 3ck into delta xk നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് n tends to infinity sigma k equal to 1 to n f of ck into delta xk എന്ന് എഴുതാം അല്ലേ. which is equal to minus integral 7 to 5 f of x dx. അപ്പോൾ ഇവിടുത്തെ f of x എന്താണ്? which is equal to integral -7 to 5 f of x എന്ന് പറയുന്നത് x square minus 3x dx എന്ന് നമുക്ക് ഇതിനെ എഴുതാം. അപ്പോൾ നമ്മൾ ഇതിനെ നമ്മൾ മാറ്റി ഇൻ്റഗ്രൽ ഫോമിലേക്ക് മാറ്റുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതണം. നമുക്ക് ഡയറക്റ്റ് നോക്കിയാൽ ഇവിടുന്ന് ഇതിനെ എഴുതാം. ഇൻ്റഗ്രൽ -7 to 5 x square minus 3x dx ആണെന്ന് നമുക്ക് എഴുതാം. പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വേണം നിങ്ങൾ പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയുള്ള റീമാൻ സമ്മിൻ്റെ പോർഷനിൽ നമുക്ക് റീമാൻ സമ്മ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇൻ്റഗ്രൽ ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ഇൻ്റഗ്രൽ എങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് മനസ്സിലായി. റീമാൻ സമ്മ്, ലോവർ സമ്മ്, അപ്പർ സമ്മ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇൻ്റഗ്രൽ കാണാനുള്ള മെത്തേഡൊക്കെ മനസ്സിലായി. ഇനി നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് ഫണ്ടമെന്റൽ തിയറം എന്ന് പറഞ്ഞ പുതിയ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം.